ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ്? First feature is it is not a method of costing but a technique of managerial decision making. അതായത് മാർജിനൽ കോസ്റ്റിംഗ് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല. അതെന്താണ്? അത് മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ്. മറ്റുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് പോലെ, അതായത് പ്രോസസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, ഇതൊക്കെ പോലുള്ള മെത്തേഡല്ല മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ബട്ട് എ ടെക്നിക് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇത് മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഇത്. ഇറ്റ്സ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ഫീച്ചർ, all costs are classified into fixed and variable under marginal costing. മാർജിനൽ കോസ്റ്റിംഗ് പ്രകാരം എല്ലാ കോസ്റ്റിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. ഇതും ഒരു പ്രത്യേകതയാണ്, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് പ്രകാരം ടോട്ടൽ കോസ്റ്റിനെ അല്ലെങ്കിൽ എല്ലാ കോസ്റ്റിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് രണ്ടാമത്തത് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ്, എന്താണ് വേരിയബിൾ കോസ്റ്റ്, എന്താണ് എന്നൊക്കെ പറഞ്ഞതാണ്. ഇനി തേർഡ് ഫീച്ചർ ഈസ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ഈസ് ചാർജ് ടു പ്രൊഡക്ഷൻ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു മാർജിനൽ കോസ്റ്റിംഗ് മീനിങ് പറഞ്ഞപ്പോൾ, ഈ മാർജിനൽ കോസ്റ്റിംഗ് പ്രകാരം പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് ഏത് കോസ്റ്റ് മാത്രമാണ്? വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. വേരിയബിൾ കോസ്റ്റ് മാത്രമേ പ്രൊഡക്ഷനിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റായിട്ട് കണക്കാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ പ്രോഫിറ്റിൻ്റെ പാർട്ടായിട്ടാണ് എടുക്കുക, അതായത് കോൺട്രിബ്യൂഷൻ്റെ പാർട്ടായിട്ടാണ് എടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ഈസ് ചാർജ് ടു പ്രൊഡക്ഷൻ ഓർ ചാർജ് ടു പ്രോഡക്റ്റ് ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് വേരിയബിൾ കോസ്റ്റ് മാത്രമേ കണക്കാക്കുള്ളൂ. നെക്സ്റ്റ് ഫീച്ചർ ഇസ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓർ കോൺട്രിബ്യൂഷൻ. അതായത് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഫിക്സ്ഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ പാർട്ടായിട്ടാണ് എടുക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് റിട്ടൺ ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിട്ട് കണക്കാക്കില്ല? കോസ്റ്റായിട്ട് കണക്കാക്കില്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ കോൺട്രിബ്യൂഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ മീനിങ്ങിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് ഫീച്ചർ ഇസ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. സാധാരണ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് പ്രകാരമാണെങ്കിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റൊക്കെ കണക്കാക്കിയിട്ടാണ്, ടോട്ടൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവിടെ ഇൻ മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ വില കണക്കാക്കുന്നത് മാർജിനൽ കോസ്റ്റിലാണ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിലാണ്. ടോട്ടൽ കോസ്റ്റിലോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിലോ അങ്ങനെ അല്ല. അതാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത. നെക്സ്റ്റ്, സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. പിന്നെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റിനോട് കൂടി കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യുന്നതാണ്. അതായത് നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റുമാണ്. മാർജിനൽ കോസ്റ്റിംഗ് പ്രകാരം വേരിയബിൾ കോസ്റ്റ് മാത്രമേ എന്തായിട്ട് കണക്കാക്കുന്നുള്ളൂ? കോസ്റ്റായിട്ട് കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ സാധാരണ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർജിനൽ കോസ്റ്റിംഗ് അല്ലാതെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതാണ്.
ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് എലമെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്, അതായത് കസ്റ്റമറിന് വിൽക്കുന്നത്. അപ്പോൾ അതായത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, അത് ടോട്ടൽ കോസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു സെർട്ടൈൻ എലമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, അപ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് ആവുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റിനോട് കൂടി കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യുന്നതാണ്. അതായത് കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കോൺട്രിബ്യൂഷൻ നമ്മൾ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്താൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് വരും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് തന്നെ ആയിരിക്കും. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അതായത് മാർജിനൽ കോസ്റ്റിംഗ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ലൈക്ക് job costing, contract costing, unit costing, process costing, etc. But it's a technique of costing or a technique of managerial decision making. And next feature is all costs are classified into fixed and variable. ടോട്ടൽ കോസ്റ്റിനെ ഫിക്സ്ഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് പ്രകാരം. ആൻഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ഈസ് ചാർജ് ടു പ്രോഡക്ട്സ് ഓർ പ്രൊഡക്ഷൻ. പിന്നെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് പ്രൊഡക്ഷനിലേക്ക് കണക്കാക്കുന്നത്, ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് റിട്ടൺ ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓർ കോൺട്രിബ്യൂഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ വേരിയബിൾ കോസ്റ്റിനോട് കൂടി കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യുന്നതാണ്. കോൺട്രിബ്യൂഷൻ എന്നിവിടെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതായത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് profit, that is selling price. These are the features of marginal costing. Next, what are the assumptions of marginal costing? ഈ assumptions ഒക്കെ നമുക്ക് ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്? മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻസ്, ഇതൊരു ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ടെക്നിക്ക് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ടെക്നിക്കിൽ നമ്മൾ എന്തെല്ലാമാണ് ഇതിൻ്റെ അസംഷൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് അസംഷൻ ഇസ് ഓൾ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ്. എല്ലാ കോസ്റ്റും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്, അതേസമയം ഒരു അസംഷനുമാണ്. അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു അസംഷനാണ് ടോട്ടൽ കോസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു കാറ്റഗറീസ്, ദറ്റ് ഈസ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നെക്സ്റ്റ് assumption is fixed cost remains constant at all levels of activity or at all level of unit or all level of output. അതായത് രണ്ടാമത്തെ അസംഷനാണ് ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും, അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. റിമെയിൻ അൺചേഞ്ച്ഡ്, ചേഞ്ച് ചെയ്യില്ല. എങ്ങനെ? എത്ര ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയാലും. അതായത് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എന്ത് ചെയ്യില്ല, ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല, വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ സെയിം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് എന്ന് പറയാൻ കാരണം. ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് യൂണിറ്റ് ഓർ ഓൾ ലെവൽ ഓർ അറ്റ് എനി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ഷൻ. ഏത് ഔട്ട്പുട്ട്, എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്താലും എന്ത് ചെയ്യില്ല, ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല, വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ സെയിം എന്നുള്ളതാണ്. അതാണ് ഒരു അസംഷൻ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് അസംഷനാണ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വേരി. അതായത് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയിങ് ഓർ ചേഞ്ചിങ് എന്നാണല്ലോ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും,
ഏത് വേരിയബിൾ കോസ്റ്റ് ആണ് ചേഞ്ച് ചെയ്യുക? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് ചേഞ്ച് ചെയ്യുക. ബട്ട് ഒരു യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. വിച്ച് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഓർ ഫിക്സ്ഡ്. അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും, ഒരു യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. അതേസമയം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ അസംഷൻ നോക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. ബട്ട് അതേസമയം എന്ത് ചെയ്യും? ഒരു യൂണിറ്റിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അതൊന്ന് നോട്ടായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം, ഇതിൻ്റെ അടുത്തൊന്ന് നോട്ട് ചെയ്യണം. അതായത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ചേഞ്ച് ചെയ്യാത്തത്. അതായത് റിമെയിൻസ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അതേസമയം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യില്ല? എന്ത് ചെയ്യും? വേരി ചെയ്യും, ചേഞ്ച് ചെയ്യും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയിങ്, ചേഞ്ചിങ് എന്നാണ്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും. അതേസമയം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. വിച്ച് റിമെയിൻസ് സെയിം ഓർ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും മാറിപ്പോവരുത്. ഇത് രണ്ട് പ്രധാനപ്പെട്ട അസംഷൻസ് ആണ് മാർജിനൽ കോസ്റ്റിങ്ങിലെ. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ഓർത്താൽ മതി, ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് മീൻസ് ഫിക്സ്ഡ്, അത് വിച്ച് വിൽ നോട്ട് ചേഞ്ച് എന്നുള്ളത് തന്നെയാണ്. ബട്ട് അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് റിമെയിൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്തത്, ഒരേപോലെ ഇരിക്കുക. അതേസമയം ഒരു യൂണിറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അത് ഓർത്തിരിക്കുക. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ചേഞ്ച് ചെയ്യാത്തത്. റിമെയിൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യും. അതേസമയം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല. അതും ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മൾ ഒരു കോമൺ ആയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ആൻസർ ചേഞ്ച് ചെയ്യില്ല എന്നാണ്. ബട്ട് കുറച്ചും കൂടെ നമ്മൾ അത് എന്താ പറയുക, മീനിങ് ഫുൾ ആയിട്ട് പറയുമ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ചേഞ്ച് ചെയ്യാത്തത്. അതേസമയം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അതേസമയം നമ്മളോട് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? അതിനുള്ള ആൻസർ ചേഞ്ച് ചെയ്യും എന്നാണ്. ബട്ട് അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അതേസമയം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ഇത് ഓർത്തിരിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട രണ്ട് അസംഷൻസ് ആണ്. പിന്നെ അതുപോലെ നെക്സ്റ്റ് അസംഷനാണ് സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി ഓർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് ചെയ്യില്ല. എത്ര ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയാലും, അതായത് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കും എന്നുള്ളതും മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു അസംഷനാണ്. ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ലെവൽ ഓഫ് യൂണിറ്റ് ആണ്, അതായത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, നമ്പർ ഓഫ് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം അത് എന്ത് ചെയ്യില്ല? എത്ര ലെവൽ ഓഫ് യൂണിറ്റ് ആയാലും എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അതും മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു അസംഷനാണ്. നെക്സ്റ്റ്, പ്രൈസസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ്സ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്ഡ്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ പ്രൈസും ലേബർ റേറ്റ്, അതായത് വർക്കേഴ്സിനുള്ള കൂലി, ഇതൊക്കെ എന്ത് ചെയ്യില്ല? ഇതൊന്നും ചേഞ്ച് ചെയ്യില്ല. വിച്ച് വിൽ ബി സെയിം, അതായത് വിച്ച് റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്നുള്ളതാണ്. മെറ്റീരിയലിൻ്റെ പ്രൈസസും ലേബർ കൂലി വേജസ് ഒക്കെ എന്തായിരിക്കും? ചേഞ്ച് ചെയ്യില്ല, അൺചേഞ്ച്ഡ് ആണ്, റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പിന്നെ വേറൊരു അസംഷനാണ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇസ് ഓൺലി വൺ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദി കോസ്റ്റ്. അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദി കോസ്റ്റ്. കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ത് മാത്രമാണ്? വോളിയം ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ്. വാട്ട് ഈസ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ? അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ഔട്ട്പുട്ട് എത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ്, അതായത് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞില്ലേ, അതാണ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. നമ്പർ ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, നമ്പർ ഓഫ് ഔട്ട്പുട്ട്, നമ്പർ ഓഫ് പ്രൊഡക്റ്റ്, അതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അളവ്, വോളിയം എന്ന് പറഞ്ഞാൽ അളവ്, പ്രൊഡക്ഷൻ്റെ അളവ്. എത്ര യൂണിറ്റ്, അതായത് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, 15,000 പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 12,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുക, വോളിയം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ്റെ അളവ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ നമ്പർ ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ്റെ അളവ് എന്നുള്ളത് മാത്രമാണ് കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. വേറൊരു ഫാക്ടറും എന്ത് ചെയ്യില്ല, കോസ്റ്റ് ചേഞ്ച് ചെയ്യാൻ കാരണമാവില്ല എന്നാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു അസംഷൻ. ദീസ് ആർ ദി അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അതായത് കോസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, വിച്ച് ഈസ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്, അതായത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് കോൺസ്റ്റൻ്റ് ആയിരിക്കുക, ചേഞ്ച് ചെയ്യാത്തത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും, വേരിയിങ് ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയിങ് ആണ്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് വേരി ചെയ്യുക, പക്ഷേ അതേസമയം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യില്ല, വേരി ചെയ്യില്ല. പിന്നെ ഒരു അസംഷനാണ് സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് സെല്ലിംഗ് പ്രൈസ് എത്ര ലെവൽ ഓഫ് യൂണിറ്റ്, എത്ര പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ് ആയാലും എന്ത് ചെയ്യില്ല, സെല്ലിംഗ് പ്രൈസ് ചേഞ്ച് ചെയ്യില്ല. സെല്ലിംഗ് പ്രൈസ് ഒരുപോലെ തന്നെ ആയിരിക്കും. ഒരു യൂണിറ്റിൻ്റെ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഒന്ന് തന്നെ ആയിരിക്കും, ചേഞ്ച് ചെയ്യില്ല, വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആൻഡ് പിന്നെ നമ്മൾ അതായത് ചേഞ്ച് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ പ്രൈസും റേറ്റ് ഓഫ് ലേബറും ഒന്നും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അതായത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറച്ചാലും മെറ്റീരിയൽ പ്രൈസ്, ലേബർ ചാർജ് ഒന്നും ചേഞ്ച് ചെയ്യില്ല. ആൻഡ് പിന്നെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ആ അളവ് മാത്രമാണ്. ദാറ്റ് ഈസ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ is only factor which influences the cost. These are the assumptions of marginal costing.